ഹലോ ഗൈസ്. അപ്പോൾ നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് 2025 റിലീസായ ക്യാഷ് ഹീറോ എന്നൊരു സൂപ്പർ ഹീറോ സീരീസാണ്. മൊത്തം 8 എപ്പിസോഡുകളാണ് ഈ സീരീസിൽ വരുന്നത്. അപ്പോൾ നമുക്ക് നേരെ എക്സ്പ്ലനേഷനിലോട്ട് കടക്കാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഈ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ കാണിക്കുന്നത് സാങ്ങിനെയാണ്. ഇവൻ നോക്കുമ്പോൾ തൊട്ടടുത്ത് തന്നെ ഹോയിൻ ഇരിക്കുന്നുണ്ട്. ഹോയിനാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഇതെൻ്റെ വീടാണ്, ഞാനൊരു വക്കീലാണെന്ന് പറഞ്ഞ് ഹോയിനെ തന്നെ പരിചയപ്പെടുത്തി കൊടുക്കും. അവിടെ കുറേ ബിയറും കുപ്പിയൊക്കെ ഇരിക്കുന്ന അവൻ കാണും. സാങ് മിൻസൂക്കിനെ കാണുന്നതും നീ ഓക്കെ അല്ലേ, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് മിൻസൂക്ക് ചോദിക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് വീട്ടിലേക്ക് പോകാം എന്നൊക്കെ പറയുമ്പോൾ ഹോയിനാണെങ്കിൽ അവിടെയുള്ള യൂമിയെ കൂടി പരിചയപ്പെടുത്തി കൊടുക്കും. എനിക്ക് ബിയർ കുടിക്കുന്നതിനനുസരിച്ചിട്ടാണ് പവർ കിട്ടുക, ഈ ചുമരിൽ കൂടെ ഒക്കെ തുളഞ്ഞു പോകാനുള്ള ഒരു ശേഷി അത് എനിക്കുണ്ട്, അതാണ് എൻ്റെ സൂപ്പർ പവർ എന്ന് പറയും. ഇത് യൂമി. യൂമിനെ ഞാൻ കളിയാക്കി ബൺമി എന്നൊക്കെയാണ് വിളിക്കുക, കാരണം ഇവൾക്ക് ബണ്ണ് ഭയങ്കര ഇഷ്ടമാണ്. ഇവളുടെ ശരീരത്തിൽ ഇവൾ എത്രത്തോളം കലോറി കഴിക്കുന്നോ അതിനനുസരിച്ചാണ് ഇവൾക്ക് പവർ വരിക. ഇവൾക്ക് മൈൻഡ് കൺട്രോൾ ചെയ്യാൻ നന്നായിട്ട് കഴിയും എന്നൊക്കെ പറയും. ഇതൊക്കെ കേൾക്കുന്ന ഇവനാണെങ്കിൽ അല്ല ഇതൊക്കെ എന്തിനാ എന്നോട് പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ അല്ല, ഈ ലോകത്ത് ഈ പവർ ഉള്ളത് നിനക്ക് മാത്രമല്ല, നിന്നെപ്പോലെ ഞങ്ങളും കൂടെ ഉണ്ട്. ഓ, അപ്പോൾ ഈ അസോസിയേഷൻ ഭയങ്കര വലുതാണല്ലേ, ഇനി ഇവിടെ നിന്ന് ശരിയാവില്ല എന്ന് മനസ്സിൽ വിചാരിക്കുന്ന ഇവനാണെങ്കിൽ അപ്പോൾ ശരി ഞാൻ പോവുക, ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് പോകണമെന്ന് പറഞ്ഞ് ഇവരിറങ്ങാൻ നോക്കുമ്പോൾ ഹോയ് ഞാനൊന്ന് പറയട്ടെ, നമ്മുടെ സൊസൈറ്റി അത്യാവശ്യം വലുതാണ്, നീ ശരിക്കും ഇങ്ങനെ ഒരു തണലത്ത് നിൽക്കേണ്ട ആളല്ല എന്ന് പറയുമ്പോൾ അല്ല, എനിക്ക് തണലത്ത് നിൽക്കാനാണ് താല്പര്യം, ഞാൻ പോട്ടെ എന്ന് പറഞ്ഞ് ഇറങ്ങാൻ നോക്കുമ്പോൾ അല്ല നീ അപ്പാർട്ട്മെൻറ്റിലേക്കാണോ പോകുന്നത്, അവിടെ തീപിടുത്തം ഉണ്ടായില്ലേ എന്ന് ചോദിക്കുമ്പോൾ തീപിടുത്തോ, എന്താ സംഭവം എന്ന് മിൻസൂക്ക് ചോദിക്കും. അതങ്ങനെ ചുമ്മാ നടന്നാണെന്നാണോ നീ വിചാരിക്കുന്നത്, അവരിപ്പോൾ നിന്നെ തിരഞ്ഞാണ് വന്നുകൊണ്ടിരിക്കുന്നത്, അവർ നമ്മളെപ്പോലെ സൂപ്പർ പവറുള്ള ആളുകളെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയുമ്പോൾ ആരാണവർ, അപ്പോൾ നിനക്കറിയാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ കൂടെ വായോ എന്ന് പറഞ്ഞ് ഹോയിൻ ഒരു ഡോറിൻ്റെ അങ്ങോട്ടാണ് ഇവനെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. അപ്പോൾ യൂമിയുടെ പവർ എന്താണെന്ന് അവിടെ കാണിക്കുന്നുണ്ട്. അതായത് യൂമി ഈ കൈകൊണ്ട് പലതും കൺട്രോൾ ചെയ്യും. ഹോയിൻ അവിടെ ചുമരിൽ ഒരുപാട് ഫോട്ടോസും മറ്റും ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. അതായത് കുറേ കാലമായിട്ട് ഹോയിൻ ഇവരെ പറ്റി തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇമ്മ്യൂണ്ടൻ എന്ന് പറയുന്ന ഒരു ഫൗണ്ടേഷനെ പറ്റിയാണ് ഹോയിൻ സംസാരിക്കുന്നത്. അതായത് ഹൈ ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരുപാട് ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ആളുകളാണ് ഈ ഒരു ഫൗണ്ടേഷൻ്റെ ഭാഗമായിട്ട് വരുന്നത്. ഇവർക്കെതിരെ ഒന്നും ചെയ്യാൻ കഴിയില്ല, കാരണം അത്രയും പവറുള്ള ആളുകളാണ്. ആ ടൈമിൽ ഈ അന്നയുടെയും അന്നയുടെ അച്ഛൻ്റെയും ഒക്കെ ഫോട്ടോ ഒട്ടിച്ചു വെച്ചിരിക്കുന്നത് അവിടെ കാണിക്കുന്നുണ്ട്. ഈ ആളുകളുടെ അടുത്ത ടാർഗറ്റ് എന്ന് പറയുന്നത് നീയാണെന്ന് പറയുമ്പോൾ ഇത് കേട്ട് സാങ്ങിൻ്റെ കിളി പോകും. ശേഷം വില്ലത്തിയായ അന്നയുടെ അച്ഛനെ കാണിക്കുന്നുണ്ട്. ആളുടെ പേര് ജോവോൺ എന്നായിരിക്കും. ഇയാളാണെങ്കിൽ ഇയാളുടെ അച്ഛൻ്റെ അടുത്താണ് ഇരിക്കുന്നത്. അച്ഛനാണെങ്കിൽ ഹോസ്പിറ്റലിൽ ഒരു VIP റൂം സെറ്റപ്പിലാണ് കിടക്കുന്നത്. ലൈഫ് സപ്പോർട്ടിംഗ് സിസ്റ്റം ഒക്കെ ഉണ്ട്. അച്ഛനോട് നിങ്ങളെ ഈ ഒരു നിലക്കാക്കിയ ആളെ കണ്ടുപിടിച്ച് കഴിഞ്ഞു, അയാളെ ഉടനെ തന്നെ ഞാൻ തീർക്കും, അവൻ്റെ സൂപ്പർ പവറൊക്കെ ഞാൻ എടുത്തു കളയുന്നതാണെന്ന് പറഞ്ഞ് ഈ അച്ഛൻ്റെ ലൈഫ് സപ്പോർട്ട് സിസ്റ്റം ഒക്കെ എടുത്തങ്ങ് മാറ്റുന്നതും ഇയാളാണെങ്കിൽ അവിടെ കിടന്ന് മരിക്കും. ആ ടൈമിലാണ് അന്ന അച്ഛനെ വിളിക്കുന്നതും ആ ഒരു ഹാളിൽ നിന്ന് പുറത്തു വന്നിട്ട് ഇവർക്ക് സാങ്ങിനെ കിട്ടിയിട്ടില്ല, മിക്കവാറും ആ വക്കീലിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ടായിരിക്കും എന്ന് പറയുമ്പോൾ ഇത് കേൾക്കുന്ന ജോവോൺ അയാളുടെ അടുത്ത് എത്തിക്കഴിഞ്ഞാൽ എല്ലാം തീർന്നു, അതൊരിക്കലും സംഭവിക്കാൻ പാടില്ലായിരുന്നു എന്നാണ് അന്നയോട് പറയുന്നത്. ശേഷം സാങ് എൻ്റെ ഈ സൂപ്പർ പവറിനെ പറ്റി അവർക്കറിയോ എന്ന് ഇവൻ ഹോയിനോട് ചോദിക്കുമ്പോൾ അതെ, നീ എവിടെ താമസിക്കുന്നു എന്നും നീ എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ള എല്ലാ ഡീറ്റെയിൽസും അവർക്കറിയാം, അതുകൊണ്ടാണ് നിൻ്റെ ഫ്ലാറ്റിൽ ആ തീപിടുത്തമുണ്ടായത്. അപ്പോൾ ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത്, ഒളിച്ച് താമസിക്കേണ്ടി വരുമോ എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ ചെയ്തിട്ടും പ്രത്യേകിച്ച് കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല, പട്ടാപ്പകൽ വരെ അവർ നേരിട്ട് ആക്രമണം നടത്തുന്നുണ്ട്, അതുകൊണ്ട് അതിലൊന്നും കാര്യമില്ല. അവർ തകർക്കാൻ നോക്കുന്നത് നമ്മുടെ ഡെയിലി ലൈഫിനെയാണ്, നമ്മൾ ചെയ്യുന്ന സാധാരണയുള്ള കാര്യങ്ങളെയാണ്, അത് നമ്മൾ ഓവർകം ചെയ്യാൻ നോക്കണം. നമ്മുടെ ഡെയിലി ലൈഫിനെ ഡിസ്റ്റർബ് ചെയ്യാൻ നോക്കുമ്പോൾ നമുക്കൊന്നും പറ്റിയിട്ടില്ല എന്നുള്ള രീതിയിൽ നമ്മൾ അടിപൊളിയായിട്ട് നിന്നു കഴിഞ്ഞാൽ ഒരു പ്രശ്നവും ഉണ്ടായിരിക്കില്ല. അവരുടെ ഭാഗത്ത് നിന്ന് തെറ്റ് എവിടെ സംഭവിക്കുന്നോ അവിടെ നിയമം വെച്ചിട്ട് നമുക്ക് അവരെ കുലുക്കാൻ പറ്റും എന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെ കേൾക്കുന്ന സാങ് അതെ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, അതുകൊണ്ട് എന്നെ വിട്ടേക്കെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകാൻ നോക്കുമ്പോൾ ഓയ്, നീ ആ ബസ്സിലുള്ള ആളുകളെ രക്ഷിച്ചപ്പോഴും ഹോട്ടലിലുള്ള ആളുകളെ രക്ഷിച്ചപ്പോഴും നീ രണ്ടാമതൊന്നും ചിന്തിച്ചില്ലല്ലോ, ഇനിയും അതുപോലത്തെ ഒരു സിറ്റുവേഷൻ വന്ന് അങ്ങനെ തന്നെയല്ലേ ചെയ്യൂ എന്ന് ചോദിക്കുമ്പോൾ ഇവരൊന്ന് സ്റ്റക്കാവും. അല്ല, നിനക്ക് എങ്ങനെ ജീവിക്കണമെന്ന് ആഗ്രഹം എന്നൊക്കെ ചോദിക്കുമ്പോൾ ആകെ സ്റ്റക്കായിട്ട് നിൽക്കും സാങ്. ശേഷം ആ കത്തി നശിച്ച വെഡ്ഡിംഗ് ഹാളിലേക്ക് പോലീസ് വന്ന് CCTV വല്ലതും കിട്ടിയോ എന്ന് ചോദിക്കുമ്പോൾ ലേഡി സ്റ്റാഫ്
ഒരാളുടെ വീഡിയോ പ്രിന്റ് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞ് അത് കാണിച്ചു കൊടുക്കുമ്പോൾ ഈ സാങ്ങിനെയാണ് കാണുന്നത്. ഇതെന്താ സംഭവം എന്ന് ചോദിക്കുമ്പോൾ കൂടെയുള്ള മറ്റൊരു സാറാണെങ്കിൽ നഗരത്തിലെ ആ ബസ് രക്ഷിച്ച ആളെ പറ്റി കേട്ടിട്ടില്ലേ, ക്യാഷ് ഹീറോ എന്നൊക്കെയാണ് ആളുകൾ അയാളെ വിളിക്കുന്നത്. അയാൾ തന്നെയായിരിക്കും ഇത് എന്നാണ് എല്ലാവരും പറയുന്നത്. ഇതെന്ന് പറയുമ്പോൾ ലേഡി സ്റ്റാഫ് ആണെങ്കിൽ ഇത് ഫേക്ക് എങ്ങാനും ആയിരിക്കുമോ, ഇങ്ങനെയൊക്കെ പൊന്തിക്കാൻ പറ്റുമോ എന്നാണ് അവിടെ ചോദിക്കുന്നത്. താൻ ആ വീഡിയോ ഒന്ന് നോക്കിക്കേ, ഇത് കണ്ടിട്ട് ഫേക്ക് ആണെന്ന് തോന്നുന്നുണ്ടോ എന്ന് ഈ സാർ അവിടെ ചോദിക്കുന്നുണ്ട്. ആ നിലത്ത് വീണ് കിടക്കുന്ന ചില്ലറ പൈസയൊക്കെയാണ് നോക്കുന്നത്. ഇവരാണെങ്കിൽ മറ്റൊരു കാര്യം കൂടെ ഈ വീഡിയോയിൽ ശ്രദ്ധിക്കും. മിൻസുക്കാണെങ്കിൽ അനങ്ങാതെ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ സാറാണെങ്കിൽ ഈ പെൺകുട്ടി എന്താ ഒന്നും അനങ്ങാതെ അവിടെ നിൽക്കുന്നത്, ഇവളെ പറ്റിയുള്ള ഡീറ്റെയിൽസ് എടുക്കണം എന്നാണ് അവിടെ പറയുന്നത്. ശേഷം സാങ് ഹോയിൻ പറഞ്ഞതനുസരിച്ച് ഈ സൂപ്പർ പവർ ഉള്ള ആളുകളുടെ പിന്നാലെയാണല്ലോ ഇവർ കൂടിയിട്ടുള്ളത്. ഇവരുടെ ആ ഒരു സൂപ്പർ പവർ കൂടെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ ഈ ഹോയിൻ പറഞ്ഞതനുസരിച്ച് ജോഗിങ് ഒക്കെ ചെയ്യാനും അതുപോലെ ഈ ഫിസിക്കലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യാനൊക്കെ ശ്രമിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് യോമിയാണെങ്കിൽ ഇവനെ കൂട്ടിക്കൊണ്ടു പോകുന്നത് ഈ ഒരു ബോട്ടിൽസും മറ്റും കയറ്റി വെക്കുന്ന ഒരു ജോലിക്കായിരിക്കും. ഇവിടേക്കാണോ എന്നെ കൊണ്ടുവന്ന് എന്ന് ചോദിക്കുമ്പോൾ ആ എന്താ കുഴപ്പം എന്നൊക്കെ ചോദിച്ച് ഒരു റെസ്പെക്റ്റും ഇല്ലാതെ ഇവൾ സംസാരിക്കുമ്പോൾ, അതെ നിനക്ക് എന്തോരം പ്രായമുണ്ട്, നിന്നേക്കാൾ മൂത്താണ് ഞാൻ, കുറച്ച് റെസ്പെക്റ്റൊക്കെ ആവാം. അവൾ എന്താ കഷ്ടപ്പാട് തോന്നുന്നുണ്ടോ, പവർ യൂസ് ചെയ്യണമെന്ന് തോന്നുന്നുണ്ടോ എന്ന് യൂമി ചോദിക്കുമ്പോൾ എൻ്റെ അതിനുള്ള പൈസയൊന്നും ഇല്ലെന്ന് പറഞ്ഞ് ഇവനാണെങ്കിൽ അത് ചുമന്നുകൊണ്ട് പോവുകയാണ്. ഇതും ഒരു തരത്തിൽ എക്സസൈസ് ആണല്ലോ. പിന്നീട് ഹോയിൻ്റെ അടുത്തെത്തുന്നതും ഇവനുമായിട്ട് ബോക്സിങ് ചെയ്യാനാണ്. ജസ്റ്റ് ഒരു ഹിറ്റ് മതിയെന്ന് ഹോയിനും പറയുമ്പോൾ അത്രയേ ഉള്ളൂ എന്നൊക്കെ പറയുന്ന സാങ് ആണെങ്കിൽ പിന്നീട് കടഞ്ഞ് പരിശ്രമിച്ചിട്ടും ഒരൊറ്റ അടി പോലും കൊടുക്കാൻ പറ്റുന്നില്ല. ഇവനാണെങ്കിൽ ക്ഷീണിക്കുന്ന ടൈമിൽ എന്താ നിനക്ക് നിന്റെ പവർ യൂസ് ചെയ്യണോ എന്നാണ് ഹോയിൻ ചോദിക്കുന്നത്. ആ അതൊരു നല്ല ഐഡിയ ആണെന്ന് പറയുമ്പോൾ സാങ് ഇപ്പോൾ കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞ് കയ്യിൽ പൈസയൊക്കെ എടുത്ത് അടിക്കാൻ നോക്കുമ്പോൾ ഈ ഹോയിൻ ഒഴിഞ്ഞു മാറുന്നുണ്ട്. ഇവൻ നന്നായിട്ട് തന്നെ പവർ യൂസ് ചെയ്യുന്നതുകൊണ്ട് ഹോയിൻ ഒഴിഞ്ഞു മാറിയിട്ടും ഹോയിനിട്ട് അടിയൊന്നും കൊടുത്തിട്ടില്ല. എന്നിട്ടും ഈ ചില്ലറ പൈസ താഴെ വീണുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവസാനം എൻ്റെ 40,000 രൂപ പോയി, എന്നിട്ടും ഒരടി പോലും എനിക്ക് തിരിച്ചടിക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞ് വിഷമിക്കുന്ന സാങ്ങിനോട് ഹോയിൻ പറയുന്നു, എപ്പോഴും നമ്മൾ ഈ പവർ യൂസ് ചെയ്യരുത്, ചില സമയങ്ങളിൽ മാത്രം, അതായത് ക്രിട്ടിക്കൽ ആയിട്ടുള്ള മൊമെൻറ്റ്സിൽ മാത്രമേ ഇത് യൂസ് ചെയ്യാൻ പാടുള്ളൂ. സ്വന്തം പവർ കൺട്രോൾ ചെയ്യാനാണ് നീ പഠിക്കേണ്ടത്. ശേഷം സാങ് ആണെങ്കിൽ അങ്ങനെ തോറ്റ് പിന്മാറുന്നില്ല. ഭയങ്കര ജോഗിങ് ഒക്കെ ആയിരിക്കും. ജോഗിങ്ങിന് കൂട്ടിക്കൊണ്ടു പോകുന്നത് യോമി ആയിരിക്കും. അതുപോലെ ഈ ബോട്ടിലൊക്കെ നന്നായി എടുത്തെടുത്ത് അവസാനം വെയിറ്റ് ഒക്കെ കൂടിയതെടുത്ത് തുടങ്ങുന്നുണ്ട്. അതുപോലെ ഈ ഹോയിനായിട്ടുള്ള പ്രാക്ടീസും നടക്കുന്നുണ്ട്. ഇവനാണെങ്കിൽ ജോലിക്ക് പോകുമ്പോഴും ഈ പാർട്ട് ടൈം ജോലിയുമൊക്കെ ചെയ്യുന്ന ടൈമിലും ഈ ബോക്സിംഗ് വീഡിയോസൊക്കെ നന്നായിട്ട് കാണുന്നുണ്ട്. അങ്ങനെ ഹോയിനായിട്ട് ഒരു ബോക്സിങ്ങിൻ്റെ ടൈമിൽ ഹോയിനിട്ട് ഒരടി അവസാനം അങ്ങ് കൊടുക്കും. ശേഷം ഹോയിൻ അന്നയുടെ കുറേ ക്ലിനിക്കും അതുപോലെ ഫാർമസ്യൂട്ടിക്കലും ആ ഏരിയ ഒക്കെയുള്ള സ്ഥലത്തിൻ്റെ മാപ്പ് ഇവന് കാണിച്ചു കൊടുക്കും. ഇതാണ് മെയിൻ ലൊക്കേഷൻ. പുറമേ നിന്ന് നോക്കുന്നവർക്ക് ഇത് മ്യൂണിയൻ ഫൗണ്ടേഷൻ്റെ വെറും ഒരു കമ്പനിയായിട്ട് തോന്നുള്ളൂ. പക്ഷേ ഇത് ശരിക്കും ഒരു ലാബായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അതുമാത്രമല്ല ഈ സൂപ്പർ പവേഴ്സും മറ്റും ഇഞ്ചക്ട് ചെയ്തിട്ട് ട്രയൽ നോക്കുന്നത് മനുഷ്യന്മാരിലാണ്. അവർ പരീക്ഷണ വസ്തുവായിട്ടാണ് മനുഷ്യന്മാരെയാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇതിൻ്റെ ഉള്ളിൽ കയറി പറ്റിയിട്ട് ഇവരുടെ ഡാറ്റ അത് നമ്മളങ്ങ് തകർക്കണം. അവിടുത്തെ സെക്യൂരിറ്റീസൊക്കെ ഭയങ്കര ടൈറ്റായിരിക്കും. ഓരോ മീറ്ററിലും ആളുകൾ നിൽക്കുന്നുണ്ടായിരിക്കും. അവരെയൊക്കെ കടന്നിട്ട് വേണം നീ പോകാൻ എന്ന് പറയുമ്പോൾ, ആര്, ഞാൻ പോകാനോ എന്ന് ചോദിക്കുന്ന സാങ്ങിനോട്, പിന്നെ ഞാൻ പോകണോ, ഒരു കാര്യം ചെയ്യ്, നമുക്ക് സൂപ്പർ പവർ അങ്ങ് സ്വിച്ച് ചെയ്യാം, എന്നിട്ട് നീ ചുമര തുളച്ചങ്ങ് പൊക്കോ എന്ന് പറയുമ്പോൾ, അല്ല എല്ലാം സെറ്റാണ്, ഞാൻ നോക്കിക്കോളാം എന്ന് പറയും. ആ സമയം മറ്റവള് ഒരു പ്രസൻ്റ് ഉണ്ടല്ലോ എന്ന് സാങ്ങിനോട് പറയുമ്പോൾ, ഷോ വേണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു നോക്കുമ്പോൾ അതൊരു വലിയ അണ്ടർവെയർ ആയിരിക്കും. പൈസ ഇങ്ങനെ ചാടുന്നത് അത്ര നല്ല ഏർപ്പാടല്ല, പൈസ ഇതിൻ്റെ ഉള്ളിൽ തന്നെ വീണോട്ടെ എന്ന് വെച്ചാണ് അവൾ കൊടുക്കുന്നത്. ഇവൻ്റെ ഐഡൻറ്റിറ്റി മറ്റാരും അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ വെക്കാൻ വേണ്ടി ഒരു മാസ്കും കൊടുക്കുന്നുണ്ട്. ഇത് കണ്ടു കഴിഞ്ഞാൽ ശരിക്കും ഒരു ക്രിമിനലിൻ്റെ മാസ്ക് പോലെയുണ്ട്. ശേഷം ഇവൻ തിരിച്ചു പോകുന്ന ടൈമിൽ ഈ ഗുണ്ടകൾ ഒരു പെൺകുട്ടിയെ അറ്റാക്ക് ചെയ്യുന്നത് കാണും. അന്ന് വീഡിയോ ഗെയിം വിറ്റ ആളെ ഇതുപോലെ ആൾക്കാർ അടിച്ചപ്പോൾ ഇവനൊന്നും ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ ആ ദേഷ്യം അങ്ങ് തീർക്കാൻ വേണ്ടിയിട്ട് ഇവൻ അങ്ങോട്ട് വരും. അല്ല എന്താ ഇവിടെ പ്രശ്നമെന്ന് ചോദിക്കുമ്പോൾ, അത് ചോദിക്കാൻ നീ ആരാടാ എന്ന് ചോദിക്കുന്ന ഈ ഗുണ്ടകളോട്, അയ്യോ ഞാൻ വെറുതെ ഒരു വഴിപോക്കനാണ്, പക്ഷെ ഈ ബഹളം അതെനിക്ക് പിടിക്കുന്നില്ല. ഇവന്മാരായിട്ട് നല്ലൊരു ഫൈറ്റ് തന്നെ നടക്കും. ആ ടൈമിൽ അവിടെ ഓൾറെഡി ഇതൊക്കെ കാറിലിരുന്ന് കാണുന്ന ലോണുകാരിയാണെങ്കിൽ ഇവൻ സൂപ്പറായിട്ട് വരുന്നുണ്ടെന്ന് പറയും. ശേഷം ഇവൻ നേരെ പോകുന്നത് ഇവൻ്റെ ആ വീഡിയോ ഗെയിം സെല്ല് ചെയ്ത ആളുടെ വീട്ടിലേക്കായിരിക്കും.
എന്നിട്ട് വീഡിയോ ഗെയിം തിരിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അയാളുടെ വൈഫാണെങ്കിൽ ഇതല്ലേ താൻ വിറ്റത്, എങ്ങനെ തിരിച്ചു വന്നു എന്നൊക്കെ അവിടെ ചോദിക്കുന്നതും പിന്നീട് ആള് മക്കളുമായിട്ട് ഹാപ്പി ആയിട്ട് വീഡിയോ ഗെയിം കളിക്കുന്നത് കാണിക്കുന്നു. ഇവരുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ നേരെ മുകളിൽ റൂഫ് ടോപ്പിലായിരിക്കും സാങ് നിൽക്കുന്നത്. ഇവന് പ്രത്യേക ഒരു എനർജിയും ഒരു സന്തോഷവും ഒക്കെ കിട്ടും. ശേഷം മിൻസൂക്ക് സാങ്ങിനോട് എനിക്ക് പുതിയൊരു ജോലി സെറ്റായിട്ടുണ്ട്, ഇൻ്റർവ്യൂവിന് പോകണം, ഇപ്പോൾ കിട്ടുന്നതിനേക്കാൾ ഡബിൾ സാലറിയാണ് കിട്ടാൻ പോകുന്നത് എന്ന് പറയുമ്പോൾ ഇവനും സന്തോഷമാവും. ശേഷം ഹോയിൻ യൂമിയെയും സാങ്ങിനെയും കൂട്ടി കാറിൽ പോകുമ്പോൾ നമ്മൾ എങ്ങോട്ടായി പോകുന്നതെന്ന് ചോദിക്കുന്ന സാങ്ങിനോട് ബാഡ് പീപ്പിളിനെ പിടിക്കാൻ പോവാണെന്ന് ഇവൻ കളിയാക്കി പറയും. അതായത് ആ നാട്ടിലുള്ള വയസ്സായ ആളുകളും അതുപോലെ പാവപ്പെട്ട ആളുകൾക്കൊക്കെ വിൻ്റർ വരാൻ പോവാണ്. അപ്പോൾ ഈ തീ കായുന്ന ബോക്സുകളും മറ്റും കൊണ്ടുകൊടുക്കുന്ന പണിക്കാണ് വിളിച്ചിരിക്കുന്നത്. ഇവനാണെങ്കിൽ ഇത് ഏറ്റിപ്പോകുമ്പോൾ ഇവൻ ക്ഷീണിക്കും. അപ്പോൾ ഹോയിൻ എന്താ നിന്റെ സൂപ്പർ പവർ യൂസ് ചെയ്യുന്നോ എന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞ് ഇവൻ കഷ്ടപ്പെട്ട് തന്നെ ഓരോ വീട്ടിലും എത്തിക്കുന്നുണ്ട്. അതിനുശേഷം ഈ ഹോയിൻ മറ്റൊരു വീട്ടിലേക്ക് പോകുമ്പോൾ ഇത് ആരുടെ വീടാണെന്ന് ചോദിക്കുമ്പോൾ യൂമി പറയുന്നുണ്ട് നമ്മുടെ ഗ്യാങ്ങിലെ ഏറ്റവും വയസ്സായിട്ടുള്ള സൂപ്പർ പവറുള്ള ഒരു ഓൾഡ് മാൻ്റെ വീടാണിത്, ഇടയ്ക്ക് വരാറുണ്ടെന്ന് പറയുമ്പോൾ ആൾക്ക് എന്ത് സൂപ്പർ പവറാണ് ഉള്ളത്, നമ്മളെക്കാൾ കൂടുതൽ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള സൂപ്പർ പവർ അദ്ദേഹത്തിനാണ്, അദ്ദേഹത്തിന് ഒരാളുടെ ഫ്യൂച്ചർ കറക്റ്റായിട്ട് കാണാൻ പറ്റും, നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ ചെക്ക് ചെയ്യാം, എന്താ നീ ഓക്കെ ആണോ എന്ന് ചോദിക്കും. പിന്നീട് സാങ് ആണെങ്കിൽ രണ്ടും കൽപ്പിച്ച് അയാളുടെ അടുത്തേക്ക് പോകും. ഓ നീ ഡോങ്കിലിൻ്റെ മകനാണല്ലേ, നീ ആകെ തകർന്നിരിക്കുകയാണല്ലേ എന്നൊക്കെ ചോദിക്കുന്ന ഇയാളാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ അപസ്മാരം വന്ന പോലെ ഷെയ്ക്കാവും. അവിടെ മൊത്തം ഇളകുന്നുണ്ട്. ഇതൊക്കെ കാണുന്ന സാങ് ശരിക്കും പേടിക്കും. അതിനുശേഷം ഒരു ബാധ കയറിയതുപോലെയാണ് ഇയാൾ സംസാരിക്കുന്നത്. അതായത് ഇരുട്ടിൽ നിൽക്കുന്ന ഗോൾഡായ നിന്റെ ഷൈൻ അങ്ങ് കുറയും, കഴിവുള്ള ഒരു വ്യക്തിയിൽ നിന്നും ഒന്നുമില്ലാത്ത ആളായിട്ട് മാറും എന്നൊക്കെ പറയുമ്പോൾ ഇത് കേട്ട് ഇവനൊന്നും മനസ്സിലാവുന്നില്ല. ആ നേരത്താണ് ഇവർക്ക് നേരെ ഒരു സിലിണ്ടർ വരുന്നത്. അതായത് അവിടെ ഒരു ബ്ലാസ്റ്റ് സംഭവിക്കുന്നു. പെട്ടെന്ന് തന്നെ സാങ് അതിൽ ഇടപെട്ടതുകൊണ്ട് തന്നെ ഇവർക്കൊന്നും സംഭവിക്കുന്നില്ല. അവിടേക്ക് അന്നയുടെ ടീം മൊത്തത്തിൽ വളയുന്നുണ്ട്. ഹോയിനാണെങ്കിലും ഈ യൂമിയോട് ഈ ഓൾഡ് മാനെ കൂട്ടി പോകാൻ പറയുന്നുണ്ട്. അതുപോലെ എത്രയും പെട്ടെന്ന് ഇവനോട് രക്ഷപ്പെടാൻ പറയും, കാരണം നീ ഇപ്പോൾ അവരുടെ കയ്യിൽ പെടരുത് എന്നൊക്കെ പറഞ്ഞ് അതിൽ കുറച്ച് പൈസ എടുത്തു കൊടുക്കും. അപ്പോൾ നിങ്ങളോ, ഞാൻ എങ്ങനെയെങ്കിലും അവരെ തടഞ്ഞു നിർത്തിക്കോളാം എന്നൊക്കെ പറയും. പിന്നീട് ഇവൻ നോക്കുമ്പോൾ ഈ ഹോയിനാണെങ്കിൽ ഇത്രയും പേരെ കഷ്ടപ്പെട്ട് തടയാൻ നോക്കും. ഇവനാണെങ്കിൽ ഓടാനും പറ്റുന്നില്ല, ആകെ കൺഫ്യൂസായി നിൽക്കുകയാണ്. കയ്യിലാണെങ്കിൽ മതിയായ ക്യാഷും ഇല്ല. ഇവൻ അപ്പോൾ തന്നെ ലോണുകാരിയെ വിളിക്കും. അതെ, നിങ്ങൾ എൻ്റെ അച്ഛൻ്റെ പിന്നാലെ കുറേ നടന്നു എന്നെനിക്കറിയാം, അതുപോലെ തന്നെ നിങ്ങളുടെ മകളെ വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞ് എൻ്റെ പിന്നാലെ നടക്കുന്നുണ്ട്, എനിക്കറിയാം. ഞാനാണ് നിങ്ങളെ ആദ്യം കോണ്ടാക്ട് ചെയ്തതെങ്കിലും നിങ്ങൾ എന്നിൽ നിന്ന് എന്തോ ഒന്ന് ആഗ്രഹിക്കുന്നുണ്ട്, അതെന്താണെന്ന് എനിക്കറിയില്ല. നിങ്ങൾ പറയുന്നത് എന്തും ഞാൻ ചെയ്യാം, പക്ഷേ ഇപ്പോൾ എനിക്ക് കുറച്ച് പൈസയുടെ ആവശ്യമുണ്ടെന്ന് പറയുമ്പോൾ ഈ ലോണുകാരി ഓക്കെ അയച്ചു തരാം എന്ന് പറയും. പക്ഷെ പറയുന്നത് എന്തും ചെയ്യേണ്ടി വരുമെന്ന് പറയുമ്പോൾ ഇവൻ അപ്പോൾ തന്നെ ഓക്കെ പറയുന്നു. കോള് കട്ട് ചെയ്യുന്ന ലോണുകാരിയാണെങ്കിൽ എന്താ ചെയ്യുക, ആളുകൾക്ക് ആവശ്യം വന്നാൽ മാത്രമേ എന്നെ വിളിക്കുള്ളൂ എന്ന് പറഞ്ഞ് എൻ്റെ ഫ്യൂച്ചർ സണ്ണിലോ ആണ് വിളിച്ചത് എന്നൊക്കെ പറഞ്ഞ് ഇവൾ സംസാരിക്കുന്നത് വേറെ ആരോടും ആയിരിക്കില്ല, അത് മിൻസൂക്കിനോടായിരിക്കും. അവൾക്കിതൊന്നും അറിയുന്നുണ്ടാവില്ല. അതായത് മിൻസൂക്ക് ഇൻ്റർവ്യൂ ഉണ്ടെന്ന് പറഞ്ഞ് വന്നിരിക്കുന്നത് ഈ ലോണുകാരിയുടെ ജോലിക്ക് വേണ്ടിയാണ്. ശേഷം അന്നയുടെ ടീമാണെങ്കിൽ ഈ 3 പേരെയും വളയുന്നുണ്ട്. എല്ലാവരും ഉണ്ടല്ലോ അല്ലേ, ഒരാൾ മിസ്സിംഗ് ആണല്ലോ, സാങ് എവിടെ പോയി എന്ന് ചോദിക്കുമ്പോൾ പോയി, അവനെ ഒരിക്കലും നിനക്ക് കിട്ടാൻ പോകുന്നില്ല എന്ന് പറയും. ഈ ടൈമിൽ ഈ ഓൾഡ് മാൻ ആണെങ്കിൽ അവളെ തന്നെ ഇങ്ങ് തുറച്ചു നോക്കുകയാണ്. എനിക്ക് ആളുകളുടെ ഫ്യൂച്ചർ കാണാൻ പറ്റും, നിന്നെ ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് പെട്ടെന്ന് തന്നെ ഇയാളുടെ ഒരു ക്യാരക്ടർ മാറുമ്പോൾ അവൻ വരാറായി. നിന്റെ സ്വന്തം വീട് പോലും നിനക്ക് വീട് വിട്ട് ഇറങ്ങേണ്ടി വരും, നിന്റെ മരണം അധികം ദൂരത്തല്ല, നീ തൊടുത്തു വിടുന്ന ആ ഒരു ബുള്ളറ്റ് നിനക്കെതിരെ തന്നെ തിരിച്ചു വരും എന്നൊക്കെ പറയുമ്പോൾ ഇത് കേട്ട് ദേഷ്യം വരുന്ന അന്നയാണെങ്കിൽ ഇയാൾക്ക് നേരെ ഷൂട്ട് ചെയ്യാൻ നോക്കും. എന്നാൽ ഷൂട്ട് ഏൽക്കുന്നില്ല. കറക്റ്റ് ടൈമിൽ അങ്ങോട്ടെത്തുന്ന സാങ് ഓൾഡ് മാനെ രക്ഷിക്കുന്നതും ഇവൻ്റെ കയ്യിൽ നിന്ന് കുറേ ചില്ലറ പൈസ താഴെ വീഴും. അതുമാത്രമല്ല പോക്കറ്റിൽ മൊത്തം പൈസ കുത്തി നിറച്ചിരിക്കുന്നുണ്ട്. ഇവൻ നേരെ യൂമിയുടെ അടുത്തേക്ക് വന്ന് നിനക്കൊരു അണ്ടർവെയർ തരുമ്പോൾ കുറച്ചുകൂടി വലുത് തന്നാൽ പോരെ എന്ന് പറയും. അങ്ങനെ അവിടെയുള്ള ആളുകളുമായി ഫൈറ്റ് തുടങ്ങും. എല്ലാവരും അവരവർക്ക് പറ്റുന്ന പോലെ തന്നെ ഫൈറ്റ് ചെയ്യും. യൂമിയാണെങ്കിൽ ഈ ഡോറൊക്കെ ഇവളുടെ ഒരു ശക്തി ഉപയോഗിച്ച് വലിച്ചിട്ടൊക്കെയാണ് ഇടുന്നത്. അതുപോലെ ഓൾഡ് മാനും നന്നായി ഫൈറ്റ് ചെയ്യുന്നുണ്ട്. യൂമിയുടെ പവർ ഇങ്ങനെ കുറഞ്ഞു വരുന്ന ടൈമിൽ ഇവളാണെങ്കിൽ ഒരു വീട്ടിൽ കയറിയിട്ട് വാതിലടക്കും. എല്ലാവരും അത് തുറന്ന് അകത്തേക്ക് വരാൻ നോക്കുകയാണ്. ഇവളാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ പവർ കിട്ടാൻ വേണ്ടി ബണ്ണ് കഴിക്കും. അങ്ങോട്ടെത്തുന്ന ഹോയിനാണെങ്കിൽ ഇവരെ രക്ഷിക്കുന്നു. ആ നേരത്താണ് പെട്ടെന്ന് ഇവൻ്റെ നേരെ ഒരു കാറ് വരുന്നത്.
ആരോ കാർ എടുത്ത് എറിഞ്ഞ പോലെയാണ് അത് വരുന്നത്. ഇവനാണെങ്കിൽ ആ കാർ ബ്ലോക്ക് ചെയ്യുന്നത് അത്യാവശ്യം ശക്തിയോടെയാണ്. ഇവൻ്റെ പോക്കറ്റിൽ നിന്നും ഒരു ചില്ലറ പൈസ വീണുകൊണ്ടിരിക്കുന്നുണ്ട്. അത്രയും പവർ ഇവൻ യൂസ് ചെയ്യാണ്. അതിനുശേഷമാണ് അങ്ങോട്ട് കീ വരുന്നത്. അവനായിരിക്കും ആ കാർ എടുത്ത് എറിഞ്ഞത്. അതായത് നേരത്തെ ഹോജിൻ്റെ പവർ കിട്ടിയ കീക്ക് അന്ന മറ്റെന്തോ ഒന്നുകൂടി ഷൂട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കാരണം ആൾ വരുമ്പോൾ തന്നെ ബോഡിയൊക്കെ അത്ര സെറ്റായിരിക്കും. പിന്നെ ഇവർ തമ്മിലുള്ള ഫൈറ്റാണ് അവിടെ നടക്കുന്നത്. ആദ്യം തന്നെ സാങ് വീണിട്ടൊന്ന് കൊടുക്കുന്നുണ്ട്. അതിൽ ഈ കീ വീഴുന്നുണ്ടെങ്കിലും പിന്നീട് കീ ആണെങ്കിൽ ഇവനെ ഇടിച്ചങ്ങ് തകർക്കും. നിലത്ത് വീണ് കിടക്കുന്ന സാങ് നോക്കുമ്പോൾ ഇവൻ്റെ കയ്യിൽ ഇനി കുറച്ച് പൈസ മാത്രമേ ഉണ്ടായിക്കുള്ളൂ. ഞാൻ ഇനിയും അവനായിട്ട് ഫൈറ്റിങ്ങിന് പോയാൽ അവൻ എന്നെ എന്തായാലും തീ കൊളുത്തും. അതല്ലെന്നുണ്ടെങ്കിൽ ഓടി രക്ഷപ്പെടാനും പറ്റൂല. അപ്പോൾ ഇനി എന്താ ചെയ്യുക എന്നൊക്കെ ആലോചിച്ച് ഇവൻ നിൽക്കുന്നതും പെട്ടെന്ന് ഇവൻ്റെ കയ്യിൽ കുറച്ച് പൈസ ഉണ്ടല്ലോ, അതാണെങ്കിൽ മുറുക്കെ പിടിച്ചുകൊണ്ട് ഈ കീനെ എടുത്തുകൊണ്ട് അവിടെ നിന്ന് പറക്കുകയാണ്. ഇത് കാണുന്ന അന്നയും ഹോയിനും ഷോക്കായി നിൽക്കുന്നതും കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ അടുത്ത എപ്പിസോഡുമായി ഉടൻ വരുന്നതാണ്. ആ എപ്പിസോഡുകളെല്ലാം മിസ്സാവാതിരിക്കാനായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.